പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ എന്ന സീരീസിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? ഹിന്ദുക്കുഷ് പർവ്വതനിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിലുള്ള പർവ്വതനിര ഏത്? ഹിന്ദുക്കുഷ് പർവ്വതനിര. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. വ്യവസായ മേഖലയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സാധ്യമാക്കിയ ഘടകങ്ങൾ ഏതെല്ലാം? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ, പുത്തൻ സാങ്കേതിക വിദ്യകൾ, കുറഞ്ഞ നിരക്കിൽ വായ്പ, ശാസ്ത്രീയ ജലസേചനം. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യത്തെ ഡയറക്ടർ ആരായിരുന്നു? ഡോക്ടർ MS സ്വാമിനാഥൻ. 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആര്? നോർമാൻ ഇ ബോർലോഗ്. 1970 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ കൃഷി ശാസ്ത്രജ്ഞൻ ആര്? നോർമാൻ ഇ ബോർലോഗ്. പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്, UN ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നിവ ചേർന്ന് സംയുക്തമായി തയ്യാറാക്കിയ ദാരിദ്ര്യ കണക്കാക്കുന്ന പുതിയ രീതിയേത്? ബഹുമുഖ ദാരിദ്ര്യ സൂചിക. സാമ്പത്തികമായി പ്രയാസമനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതിയേത്? ജീവനം പദ്ധതി. സാമ്പത്തികമായി പ്രയാസമനുഭവപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള പദ്ധതിയേത്? ജീവനം പദ്ധതി. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി ഏത്? പ്രധാനമന്ത്രി പോഷൺ ശക്തി നിർമ്മാൺ. കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? സുഭിക്ഷ കേരളം പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതി ഏത്? നിരമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന്? 1998 മെയ് 17. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തതെന്ന്? 1998 മെയ് 17. പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 2017-2018 മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതി ഏത്? വിശപ്പ് രഹിത കേരളം. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1098. ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1098. ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1090. ക്രൈം സ്റ്റോപ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? 1090. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ശുപാർശ ചെയ്ത് 1957 കമ്മിറ്റി ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് ശുപാർശ ചെയ്ത 1957 കമ്മിറ്റി ഏത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ദ്വിതല പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റി ഏത്? അശോക് മേത്ത കമ്മിറ്റി. ദ്വിതല
പഞ്ചായത്ത് ഘടനയും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുതയും ശുപാർശ ചെയ്ത 1978 കമ്മിറ്റി ഏത്? അശോക് മേത്ത കമ്മിറ്റി. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന രണ്ടാമത്തെ സംസ്ഥാനമേത്? ആന്ധ്രാപ്രദേശ്. 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജനകീയാസൂത്രണം. 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ജനകീയ ആസൂത്രണം. എല്ലാവർക്കും നന്ദി.